കുത്താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കുത്ത്. അതെ, ഇന്നലെ ഞാനാ ജയിച്ചേ, ഇന്ന് ഞാൻ ജയിക്കും. അയ്യടാ പുളി പിടിക്കല്ലേ. ഇന്നലെ ശരിക്കും ജയിച്ചത് ഞാനാ. ചേട്ടൻ കള്ളക്കളി വിളിച്ചു ചോദിച്ചാ. ആരാ കള്ളി? നീയാ കള്ളി. പൊടി പെണ്ണെ. ഞാനുണ്ട് കളിക്കാൻ. എന്താ ഞാനുണ്ട് കളിക്കാൻ. എന്താ ഞാനുണ്ട് കളിക്കാൻ. കൂട്ടണോ? വേണ്ട വേണ്ട, ഇത് നമ്മുടെ പിള്ളേരുടെ കളിയല്ലേ. അത് പറ്റില്ല, എന്നെയും കൂട്ടണം. മണി 8 ഓ, ഈ പെണ്ണിന് സ്കൂളിലൊന്നും പോണ്ടേ? ഓ, ചേട്ടനെയും ചാച്ചയും കൊഞ്ചിച്ചിരുന്നാ മതി. അതെന്തോ ഒരു കരിഞ്ഞ നാറ്റം. അയ്യോ, എന്ത്? എന്റെ സാമ്പാറ്. വേഗം ചെല്ല്. കൈവൈ. ഇന്ന് പഞ്ചാര കുട്ടി തിന്നാ മതി. അക്കുത്തിക്കുത്താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കുത്ത്. പോയിരുന്ന് ഹോംവർക്ക് തീർക്കടി. സ്കൂളിൽ പോവാൻ നേരായി. ഇവിടെ ആർക്കും ഒരു ബോധവുമില്ല. ഒരു രക്ഷയില്ല. സ്കൂളിൽ പോ നോക്ക്, രാവിലെ ഒരു കളി. പ്രായം എത്ര ആയെന്ന വിചാരം? ഇപ്പോഴുള്ള കുട്ടിയാര് നടക്കുക. ചേച്ചിയുടെ ചേട്ടന്റെ കൂടെ ഇങ്ങനെ ഒട്ടി നടക്കുക. അവർക്കും വേണ്ടത് സ്വൈരം. ഞാനല്ല ഒട്ടിയത്, അവരാ എന്നോട് ഒട്ടാൻ വന്നത്. ചേച്ചി, എന്റെ യൂണിഫോം എവിടെ? ഓ, ഇപ്പോഴെങ്കിലും അന്വേഷിച്ചല്ലോ. ഭരതേന്റെ ഷർട്ടിന്റെ കൂടെ ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഷർട്ട് ഇസ്തിരി ഇടരുന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്താ കളക്ടർ പണിക്കാ പോണേ? ഏത് പണിയായാലും വൃത്തിയും മെനയും വേണം. വൃത്തിയായിട്ടും സുന്ദരനായിട്ടൊക്കെ നടന്നാലേ ചിലപ്പോ വല്ല സുന്ദരി പെമ്പിള്ളാരും അടിച്ചോണ്ട് പോയാലോ. അന്ന് അവളെയും കൊല്ലും, ഞാനും ചാവും. ഓ, ചേച്ചി, റിബൺ കെട്ടാതെയാ സ്കൂളിൽ പോണത്. നല്ല കുട്ടി കേട്ടോ. ചേച്ചി, ഞങ്ങൾ ഇറങ്ങണേ. ചോറ് എടുക്കാതെയാണോ പോണത്? അതെ, നീ വലിയ കുട്ടിയായി. ഇനി അടുക്കള പണിക്കൊക്കെ കൂടണം. എന്നെ കൊണ്ട് കുട്ടിയെ കൂടുന്നില്ല. ഓ, പഠിച്ചിട്ടും തീരാത്ത കുട്ടിയാ. അവളെ നീ അടുക്കള പഠിക്കും. ഒന്ന് പോടി. 13 വയസ്സ് തുടങ്ങിയ പണിയത്. ഒരു ദിവസം ഞാൻ മുകളിലോട്ട് പോകും. അപ്പറിയാം നിങ്ങക്ക് എന്റെ വില. പോത്ത് പോലെ ഇരിക്കണം. നിനക്കാണോടി ക്ഷീണം? എടി, നീ പരാതി പറയാത്ത ഒരു ദിവസങ്ങളുണ്ടോടി? ഇങ്ങനെയാണോ മുടി കെട്ടിവെച്ചിരിക്കുന്നത്? അയ്യോ, ചേച്ചി, ആ ദേഷ്യം എന്റെ തല തീർക്കാതെ. ഞാൻ ഇങ്ങനെ ഒരുങ്ങിയാ മതിയോ? ഈ കാവിമുണ്ടിന് പകരം നല്ലൊരു വെള്ളമുണ്ട് കൊടുത്താ എന്താ കുഴപ്പം? ഉത്തരവ് നാളെ മുതൽ ആയിക്കോളാമേ. മോള് വാ. അമ്മമ്മേ, ടാറ്റാ. ചീലക്കുട്ടി. അതെ, വൈകിട്ട് വരുമ്പോ ചോന്നുള്ളി സാമ്പാർ പരിപ്പ് കൊണ്ടുവരാൻ മറക്കല്ലേ. പിന്നെ വിളിക്കാതടി, നിനക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ? ഇതുപോലൊരു ചെക്കനെ കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറയേ. ഇന്ന് ഇതുവരെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. ഇനി മിണ്ടരുത്. മതി. ഇന്നത്തെ താമസിച്ചൊന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കൊതിച്ചിക്ക് പനന്നൊക്കെ തിന്നാലും മതിയാവില്ലല്ലേ. ഭരതേട്ടാ, ഇന്ന് ജോലി ജാസ്തിയാ. സൂര്യൻ ഉച്ചയിലായ പനമ്പട്ടയ്ക്ക് തീ പിടിച്ച മാതിരിയാ. തൊട്ടാ പൊള്ളും. ഇമാതിരി വേനൽ ഈ ജമ്മത്ത് കണ്ടിട്ടില്ല. നേരം വെളുക്കുമ്പോ കലത്തിയിട്ട് പുഴുങ്ങിയ മാതിരിയല്ലേ എഴുന്നേക്കുന്നേ. പഠിച്ചു മിടുക്കിയായി ഡാക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോ കരുണാകരേട്ടനെ മറക്കരുത് കേട്ടോ. ഞാൻ ഡോക്ടറായ ജീവിതകാലം മുഴുവൻ കരുണാകരേട്ടന് ചികിത്സ ഫ്രീ. നാളെ കാണണ്ടേ? നാളെ പെരിഞ്ചിറക്ക് താഴെ ചെത്ത്. അവിടെ കാണാം. നാളെ കാണാം.